നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം സമരത്തിനിറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇപ്പോഴത്തെ കാഴ്ച. ഭരണപക്ഷം തന്നെ അവർക്കെതിരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് രംഗത്തെത്തുന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ സമരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷമല്ല, മറിച്ച് ഭരണപക്ഷത്തിലെ ആളുകൾ തന്നെയാണ് സമരത്തിനിറങ്ങിയിരിക്കുന്നത്. വി.ഡി. സതീശന്റെ പക്ഷമാണ് ഇപ്പോൾ കട്ടയ്ക്ക് രംഗത്തുള്ളത്. മുഖ്യമന്ത്രി കസേരയല്ലാതെ മറ്റൊന്നത് ചിന്തിക്കുന്നു പോലുമില്ല എന്നാണ് അവരുടെ വാദം. 10 വർഷത്തെ ദുർഭരണം ഇനിയും സഹിക്കാനാകില്ലെന്ന് ഉറച്ച് മനം മടുത്തിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വന്നിട്ട് 4 നാൾ പിന്നിടുമ്പോഴും മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ UDF-നെ കൊണ്ട് സാധിച്ചിട്ടില്ല. അടുത്ത 5 വർഷത്തേക്ക് കേരളത്തിൽ എന്തെല്ലാം ചെയ്യണമെന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്, ഫലപ്രഖ്യാപനത്തിന് മുന്നേ തന്നെ 100+ സീറ്റുകൾ ഉണ്ടാകുമെന്ന് ഉറച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെ എല്ലാം കറക്റ്റായിട്ട് പറയുന്ന ഇവർ, ഇതെല്ലാം കറക്റ്റായി മനസ്സിലാക്കുന്ന ഇവർ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മാത്രം തീരുമാനമെടുക്കാതിരുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ജയിക്കുമെന്ന് ഉറപ്പായിരുന്നുവെങ്കിൽ ഒരു ധാരണയൊക്കെ ഉണ്ടാക്കി വെക്കാമായിരുന്നല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപവും. അതായത് ചക്ക വീണു മുതൽ ചത്തു എന്ന രീതിയിലാണ് UDF-ന്റെ വിജയം എന്ന് പറയുന്നു ഇപ്പോൾ ഒരു വലിയ വിഭാഗം ആളുകൾ. വിജയം അപ്രതീക്ഷിതമായിരുന്നു, അതോടുകൂടെ കസേരകളി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. UDF-ൽ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള കടിപിടി തുടങ്ങിയിരിക്കുകയാണ്. കസേരയ്ക്ക് വേണ്ടി തമ്മിൽ തല്ലെന്ന വാദങ്ങൾ വെറും മാധ്യമ സൃഷ്ടി എന്ന് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും KPCC-യിൽ വൻ നാടകരംഗങ്ങളാണ് കാണുന്നത്. അതായത് കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി ആരെന്നുള്ള ഒരു അഭിപ്രായം തേടാൻ വേണ്ടി എല്ലാ MLA-മാരെയും വിളിച്ചു വരുത്തുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് 3 നേതാക്കൾ ചേർന്ന് അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന സമയം, ഇത്തരത്തിൽ വലിയൊരു സമയത്ത്, പ്രധാനപ്പെട്ട ഒരു സമയത്ത് KPCC-യുടെ മുൻവശത്ത് ഒരു വലിയ വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ കേസ് നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് കൊണ്ടുവയ്ക്കുന്നു. ആ ഫ്ലെക്സ് വെച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വി.ഡി. സതീശൻ കാറിൽ കയറി പോകുന്ന രംഗങ്ങളും മാധ്യമങ്ങൾ കണ്ടു. അപ്പോൾ ഈ പറയുന്നത് പോലെ കസേരയ്ക്കുള്ള കടിപിടി നടക്കുന്നുണ്ട് എന്നുള്ളത് വെറും മാധ്യമ സൃഷ്ടികളല്ല, അവർ പ്രവർത്തിക്കുന്ന രീതികളിൽ നിന്ന് ഇതെല്ലാം വ്യക്തമാണ്. എന്തായാലും കോൺഗ്രസിലെ മുഖ്യമന്ത്രി പോര് വലിയ രീതിയിൽ തെരുവിലേക്കും വ്യാപിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം പുറത്തു വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് ലഭിക്കും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാകുന്ന സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ എന്നിവരുടെ പേരുകൾക്ക് പുറമെ KC വേണുഗോപാൽ MP-യുടെ പേര് വന്നതോടെയാണ് വിവാദങ്ങൾ ശക്തമായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 പേർക്ക് വേണ്ടിയും വിവിധയിടങ്ങളിൽ മത്സരിച്ചുള്ള ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും ഉയരുന്നത് കണ്ടു. ഇതിനിടെ വി.ഡി. സതീശനു വേണ്ടി സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും ഫ്ലെക്സുകൾ ഉയരുകയും പ്രകടനങ്ങൾ നടക്കുകയും ചെയ്തിട്ടുമുണ്ട്. തെരഞ്ഞെടുപ്പ് നയിച്ച വി.ഡി. സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കട്ടെ എന്നാണ് അണികളിൽ ഒരു വലിയ വിഭാഗം ആളുകൾ പറയുന്നത്. പക്ഷേ MLA-മാരൊക്കെ തന്നെ KCക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് സൂചനകൾ. വി.ഡി. സതീശന് വേണ്ടി എരുമേലി പമ്പാവാലിയിൽ പ്രവർത്തകർ പന്തം കൊളുത്തിയാണ് പ്രകടനങ്ങൾ നടത്തിയത്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ സമരം നടത്തുന്നു. മുൻ പഞ്ചായത്ത് അംഗം അടക്കമുള്ളവർ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. സതീശനെ പിന്തുണച്ച് കോട്ടയം പ്രസ് ക്ലബിന് മുൻപിലും ഫ്ലെക്സുകൾ ഉയർന്നിട്ടുണ്ട്. വി.ഡി. നിലപാടുകളുടെ രാജകുമാരൻ എന്ന അടിക്കുറിപ്പോടുകൂടെയാണ് ഫ്ലെക്സ്. ഒരു രാജാവിനെ കഷ്ടപ്പെട്ടാണ് ജനങ്ങൾ കസേരയിൽ നിന്ന് ഇറക്കി വിട്ടത്. ഇനിയിപ്പോൾ ഇതാ മറ്റൊരു രാജാവ് എന്നുള്ള ആക്ഷേപവും ഇതോടെ ഉയരുന്നുണ്ട്. ഏതായാലും തങ്ങളുടെ പ്രതിഷേധം നേതൃത്വത്തിന് നൽകുന്ന മുന്നറിയിപ്പാണെന്നാണ് വി.ഡി. സതീശന് വേണ്ടി രംഗത്തെത്തിയവരൊക്കെ തന്നെ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ചെന്നിത്തല ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയിരുന്നു. വൈകുന്നേരം കേരളത്തിൽ AICC നിരീക്ഷണത്തിനുള്ള നിരീക്ഷകരെത്തിയതിനു പിന്നാലെ അദ്ദേഹം തിരികെ കേരളത്തിലെത്തുകയും ചെയ്യുകയുണ്ടായി. മഹാരാഷ്ട്രയിലെ പാർട്ടി സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഡൽഹിക്ക് പോയതെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. KC വേണുഗോപാലിനു വേണ്ടി വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ ഉയരുന്നതും ശ്രദ്ധേയമാണ്. KC നയിക്കട്ടെ എന്ന മുദ്രാവാക്യം അണികളിൽ ചിലർ ഫേസ്ബുക്കിലും തെരുവിലും ഉയർത്തിയിട്ടുണ്ട്.
എന്നാൽ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിലായിരുന്നു നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടി എടുത്ത തീരുമാനം. ഈ ഒരു തീരുമാനം നിലനിൽക്കെ കെ.സിക്ക് വേണ്ടി മാത്രം തീരുമാനം മാറ്റുന്നതിൽ പാർട്ടിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ ഉയരുന്നുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലും അടക്കം ഇത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാണ്. ആരും വിളിച്ചുകൂട്ടിയതായിരുന്നില്ല, ഓരോരുത്തർ വന്നു ചേർന്ന് അതൊരു മഹാപ്രവാഹമായപ്പോഴാണ് ഇത്തരത്തിൽ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു സംഭവം ഉണ്ടായത്. അതായത് 2026 ഒരു തിരഞ്ഞെടുപ്പ്. ആ തിരഞ്ഞെടുപ്പിൽ VS അച്യുതാനന്ദനെ CPM-ന് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കേണ്ടി വന്നതും ഇതേ സാഹചര്യത്തിലായിരുന്നു. ജനവികാരത്തിന് മുന്നിൽ പാർട്ടി ചട്ടക്കൂടുകൾ ഭേദിക്കപ്പെട്ട സാഹചര്യം. പിന്തുണ തിരിച്ചറിഞ്ഞ കേന്ദ്ര നേതൃത്വം VS-നെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കി. പിന്നീട് വലിയ ചരിത്രമാണ് നാം കണ്ടത്. അതിന് സമാനമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലും നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകടനങ്ങൾ. അന്ന് VS-നെ മത്സരിപ്പിക്കണമെന്നതായിരുന്നു എങ്കിൽ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടയാളെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. 2001 VS പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചെയ്ത സമാനതകളില്ലാത്ത പോരാട്ടങ്ങളുടെ തുടർച്ചയ്ക്ക് 2006 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന് സാധാരണക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ VS-ന് സീറ്റ് നിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു അന്ന്. ഇത് തിരിച്ചറിഞ്ഞ പാർട്ടി പ്രവർത്തകർ കേരളമെമ്പാടും കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം വിളികളുമായി തെരുവിലേക്ക് ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഒടുവിൽ ജനങ്ങളും പാർട്ടിയും ജയിച്ചു. 82-ാം വയസ്സിൽ VS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. മറ്റാർക്കും കഴിയാത്ത രീതിയിൽ ഈ വന്ധ്യവയോധികന്റെ ചുറുചുറുക്ക് ജനങ്ങൾ ഹൃദയത്തിലേറ്റുകയും ചെയ്തു. 2021 ചരിത്ര വിജയം നേടിയാണ് LDF അധികാരത്തിൽ വന്നത്. 99 സീറ്റുകൾ LDF-ന് ലഭിക്കുന്നു. UDF-ന് 41 സീറ്റുകൾ. കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ വെറും 21 സീറ്റുകൾ മാത്രം. രമേശ് ചെന്നിത്തലയെ മാറ്റി VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. സഭയ്ക്ക് അകത്തും പുറത്തും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രദ്ധേയമായ പ്രകടനമാണ് പിന്നീട് VD സതീശൻ നടത്തിയത്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ സതീഷിനെ തന്നെയായിരുന്നു കോൺഗ്രസ് പ്രധാന മുഖമാക്കി മാറ്റിയത്. ഘടകകക്ഷികളെ യോജിപ്പിച്ചു നിർത്തുന്നതിലും പാർട്ടിയെ പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിലും VD സതീശൻ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇങ്ങനെയിരിക്കെയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF ചരിത്ര വിജയം നേടിയതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എന്നിവ രംഗത്തെത്തിയത്. ഇതോടെ 3 നേതാക്കളുടെയും അനുയായികൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പരസ്യമായി രംഗത്ത് വരുന്നുണ്ട്. ഒടുവിൽ AICCക്ക് ഇടപെടേണ്ടി വരികയാണ്. AICC നിരീക്ഷകർ സംസ്ഥാനത്തെത്തി കോൺഗ്രസ് MLA-മായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ സതീഷിന് വേണ്ടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രകടനങ്ങളടക്കം നടക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ജന്മനാടായ നിട്ടൂരിൽ സതീഷിന് വേണ്ടി ആദ്യ പ്രകടനങ്ങൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ചില കോമഡികളും നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് വിജയുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. അതായത് ചുരുങ്ങിയ ഒരു 6-5 സീറ്റുകൾ കുറഞ്ഞതിന്റെ പേരിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന തനിക്ക് എങ്ങനെ ഈ കേരളത്തിന്റെ അവസ്ഥ നോക്കി നിൽക്കാൻ സാധിക്കും എന്നുള്ള തരത്തിലാണ് ആ ഒരു മീം പുറത്തു വരുന്നത്. അതായത് വെറും 6 സീറ്റില്ലാതെ സ്വന്തമായൊരു മന്ത്രിസഭ രൂപീകരിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന താൻ ഇത്രയധികം സീറ്റുണ്ടായിട്ടും ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ പറ്റാത്ത കോൺഗ്രസിനെ നോക്കി ആശ്ചര്യപ്പെടുന്നു എന്ന തരത്തിലൊരു രീതി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതേസമയത്ത് മറുവശത്ത് മുഖ്യമന്ത്രിയെ ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ബന്ധപ്പെട്ടും ചില പോസ്റ്ററുകൾ വരുന്നു. അതായത് ഇനി വരുന്ന 5 കൊല്ലത്തേക്ക് കാവൽ മുഖ്യമന്ത്രിയായി താൻ തന്നെ തുടരേണ്ടി വരുമോ എന്ന രീതിയിലാണ് അത്തരം കോമഡി മീമുകൾ ഇറങ്ങുന്നത്. ഇതിനിടയിൽ മറ്റ് ചില സംഭവങ്ങൾ കൂടെ ഉണ്ടാകുന്നു. അതായത് VD സതീഷിന് അനുകൂലമായിട്ട് രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പേജിൽ നിരവധി കമന്റുകൾ വരുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടു. ഇവയിൽ മിക്കതും VD സതീഷിനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള ഒരൊറ്റ ആവശ്യമാണ് ഉന്നയിക്കുന്നത്. കേരളത്തിലെ വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഇതുവരെ ഏകദേശം 20,000-ൽ കൂടുതൽ പ്രതികരണങ്ങളാണ് വന്നിരിക്കുന്നത്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ ഈ പ്രതികരണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ അഭിസംബോധന ചെയ്ത സനൽകുമാർ ശശിധരനും നടി ലാലി PV എന്നിവരടക്കം വിവിധ
ആളുകൾ വി.ഡി. സതീശന് അനുകൂലമായിട്ടുള്ള കമന്റുകൾ രേഖപ്പെടുത്തി. 2021 വരെ LDFനായി വോട്ട് ചെയ്തയാളാണ് താൻ. പിന്നീട് LDFന്റെ തുടർച്ചയായ ഇസ്ലാമോഫോബിക് നിലപാടുകളും ഭൂരിപക്ഷ പ്രീണനവും മൂലമാണ് UDFനെ പിന്തുടരാൻ തുടങ്ങിയത്. ഈ സമയം ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിന്ന് വി.ഡി. സതീശന് സ്വീകരിച്ച നിലപാട് വളരെ വലുതാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി വന്നില്ല എങ്കിൽ അത് ദശലക്ഷക്കണക്കിന് വരുന്ന വോട്ടർമാരോടുള്ള വെല്ലുവിളിയാകുമെന്നാണ് ലാലിയുടെ കമന്റ്. ഇവരെ കൂടാതെ സതീശന് പിന്തുണയുമായി നടൻ സിദ്ദിഖ് അടക്കമുള്ളവരും രംഗത്തെത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉന്നതതല നേതാക്കളോട് ഒരു വാക്ക് എന്ന് തുടങ്ങുന്ന കുറിപ്പ് പങ്കുവച്ചാണ് സിദ്ദിഖ് ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഐക്യജനാധിപത്യ മുന്നണിക്കും ലഭിച്ച തിളക്കമാർന്ന വിജയത്തിൽ അകമഴിഞ്ഞ് സന്തോഷിക്കുമ്പോഴും ഒരു കാര്യത്തിൽ ഞങ്ങളെല്ലാവരും അല്പം ബേജാറിലാണ്. പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ ജനവിരുദ്ധ നിലപാടുകളോടുമുള്ള എതിർപ്പാണ് കോൺഗ്രസ് ഇത്തവണ നേടിയ വിജയത്തിന്റെ പ്രധാന കാരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളെ നയിക്കാൻ പ്രാപ്തനായ ഒരു നേതാവുണ്ടെന്ന ഉറച്ച ഒരു വിശ്വാസം കൂടെ ഈ വിജയത്തിന് പിന്നിലുണ്ട് എന്നുള്ള കാര്യം വിസ്മരിക്കരുത് എന്നാണ് സിദ്ദിഖ് രേഖപ്പെടുത്തിയിരിക്കുന്നത്.